ഹലോ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ എന്നും വീഡിയോസ് ഇടാനുള്ള കോണ്ടൻറ്റ് നമുക്ക് ഉണ്ട് കേട്ടോ. മാഷാ അല്ലാ അൽഹംദുലില്ലാ, പുതിയ വീടായതിന് ശേഷം അങ്ങനെ തന്നെയാണ്. എന്നും വ്യത്യസ്ത കാര്യങ്ങളാണ് വീട്ടിൽ നടക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കാൻ നിന്നാൽ വീട്ടിലെ പണികൾ നടക്കില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചില ദിവസങ്ങളിൽ ചെറുതായിട്ടൊന്ന് മടി കാണിക്കും. അത് വെറുതെ ഇരിക്കാനുള്ള മടിയല്ല കേട്ടോ. എന്താ പറയുക, പണികൾ നടക്കാനുള്ള മടിയാണ്. അതായത് കുറേ സാധനങ്ങൾ ഇപ്പോഴും അടുക്കിപ്പെറുക്കി വെക്കാനുണ്ട്. ഇപ്പോഴും അതൊന്നും ചെയ്തിട്ടില്ല. എൻ്റെ കൈ തൊടാണ്ട് ഇവരാരും ഒന്നും ചെയ്യുന്നില്ല. ഈവൻ ഇക്കയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാവരും അതേപോലെ ഇരിക്കുക. ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മാത്രം ചെയ്യും പണികൾ ചെയ്യും. പക്ഷെ ഞാൻ പറയണം അത്രേ. അപ്പം ഞാൻ അവരെ കൂടെ നിൽക്കണമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഡെയിലി വീഡിയോസ് ഇടാത്തത്. കഴിഞ്ഞ വീഡിയോസിൽ കുറേ പേര് മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു, എന്ന് വീഡിയോ ഇട്ടോളൂ, നമ്മൾ എന്തായാലും കാണുന്നു, എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അത് കേട്ടപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് അതിൽ പരം വേറെ എന്താ വേണ്ടത് അല്ലേ, നമ്മുടെ വ്യൂവേഴ്സിന് സപ്പോർട്ട്. പിന്നെ ഈ ഒരു പുട്ടുണ്ടല്ലോ, ഈ ഒരു പുട്ടുകുണത്തിന് കുറേ കംപ്ലയിൻറ്റ്സ് ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഇപ്പോഴും കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട്. ഞാൻ ചില്ലി ഇടാണ്ടേ ഉണ്ടാക്കി, നിങ്ങൾ പറഞ്ഞ പോലെ തേങ്ങ വെച്ചിട്ട് അങ്ങനെ ചില്ലി ഇടാണ്ടേ ഉണ്ടാക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയോ, ഒരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടുന്നില്ല. അപ്പോൾ ചില്ലിട്ടിട്ട് തന്നെ ഇപ്പോൾ ഉണ്ടാക്കുന്നത്. പക്ഷേ 2 അടുക്ക് മാത്രമേ പറ്റുന്നുള്ളൂ, മൂന്നാമത്തെ അടുക്ക് വേവുന്നില്ല. അവിടെയാണ് പ്രശ്നം. അപ്പോൾ ഇപ്പം 2 കുറ്റി പുട്ടുണ്ടാക്കിയിട്ട് ആകെ 4 അടുക്ക്. അതായത് സാധാരണ നോർമലി നമുക്ക് 3 അടുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നിടത്ത് ഇപ്പം 4 അടുക്ക് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ 2 കുറ്റി ഒരുപാട് സമയം, അങ്ങനെയൊക്കെയാണ് ഇപ്പം ഈ ഒരു കുറ്റിയുടെ പ്രശ്നം. അപ്പം ഞാൻ മെല്ലെ ഇത് ഒഴിവാക്കാനാണ് പ്ലാന്. കാരണം നമ്മുടെ ഗ്യാസ് ഇപ്പം വിലപ്പെട്ടതാണല്ലോ. ഗ്യാസിലാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. ശരിക്കും ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഈ 2 കുറ്റി ഉള്ളത്. പക്ഷേ അത് ഭയങ്കര ഫെയിലിയറായിപ്പോയി. ഞാൻ പല ടൈപ്പിലും ചെയ്ത് നോക്കി കേട്ടോ. പക്ഷേ ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. നോർമലായിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ ഇല്ല ഇത്. പിന്നെ കുക്കറിൽ ഉണ്ടാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. കുക്കറിൽ ഉണ്ടാക്കുന്ന വേറെ കുറ്റീൻ്റെ അടുത്തുണ്ട്. അപ്പോൾ പിന്നെ എന്തിനാ വെറുതെ ഒരേപോലത്തത്. അപ്പോൾ എന്തായാലും വേറെ ഒന്ന് വാങ്ങിക്കണം. നോർമലായിട്ട് നമുക്ക് വിറകടുപ്പിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഉണ്ടല്ലോ, അതൊന്ന് വാങ്ങിക്കണം. ശരിക്കും വേറെ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇൻഡക്ഷൻ ഇല്ലേ, അതായത് സോളാർ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് ഗ്യാസ് എപ്പോഴും യൂസ് ചെയ്യുന്നത്. ഗ്യാസല്ല, വിറകടുപ്പിൽ കഷ്ടപ്പെടുന്നുള്ളത്. ശരിക്കും വിറകടുപ്പിൽ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് പ്രത്യേക സ്വാദ് തന്നെയല്ലേ, ഒരു രസം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഇപ്പം കുഴപ്പമില്ല, ബുദ്ധിമുട്ടില്ലാണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എപ്പോഴാണോ ബുദ്ധിമുട്ടാവുന്നത് അപ്പോൾ ഞാൻ ഇൻഡക്ഷൻ യൂസ് ചെയ്യും. ഇൻഡക്ഷൻ എനിക്കെന്തോ ഒട്ടും ഇഷ്ടമല്ല. ഇൻഡക്ഷനിൽ എനിക്ക് പാകം ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല, പാചകം ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അതാ നമ്മൾ ഒരു ട്രിപ്പ് 4 കുറ്റി, 4 വലിയ കുറ്റിയാണ്, 4 വലിയ അടുക്കാണ്. പക്ഷെ എന്നാലും ഒരു സംതൃപ്തി വരുന്നില്ല പുട്ടുണ്ടാക്കിയിട്ടേ. അപ്പോൾ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പഴം ഉണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വ്ളോഗ് ഉണ്ടല്ലോ, അത് ഞാൻ ഇതിന് മുമ്പ് എടുത്തിട്ടുള്ള വീഡിയോ, അതായത് ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ള വീഡിയോ ഞാൻ ഇതിന് ശേഷം കൊടുക്കുന്നുണ്ട്. ഇത് ലേറ്റസ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ കാണിക്കുന്നത് ഇന്ന് ഇക്കാക്ക് കീമോക്ക് പോകുന്ന ദിവസമാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പോകാമെന്ന് വിചാരിച്ചിരുന്നു. എപ്പോഴും ഞാനാണല്ലോ പോവാം ഇക്കാൻ്റെ കൂടെ ഹോസ്പിറ്റലിലോട്ട്. പക്ഷെ രാവിലെ പോയാൽ വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ അതുവരേക്കും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭയങ്കര അവതാളത്തിലാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയില്ല. പകരം ഇക്കാൻ്റെ അമ്മായിൻ്റെ മോന് പോകാമെന്ന് പറഞ്ഞു. അപ്പം ആളുടെ കൂടെയാണ് ഇന്ന് ഇക്ക പോകുന്നത്. ചെറിയൊരു വിഷമമുണ്ട്, കാരണം എപ്പോഴും ഞാനല്ലേ പോവാറ്. അപ്പം ഓക്കെ, ഇന്ന് പോട്ടെ, എന്താണെന്ന് നോക്കാമല്ലോ. ഒരു സമാധാനമില്ല, കാരണം കീമോക്ക് പോകുമ്പോൾ ഞാൻ കൂടെ പോകുമ്പോൾ ഒരു സമാധാനം എനിക്ക്. അപ്പോൾ ഇന്ന് ഇങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. രാവിലെ തന്നെ നേരത്തെ ഇക്ക പറഞ്ഞു, നേരത്തെ പോയാൽ നേരത്തെ വരാമല്ലോ. അപ്പോൾ നേരത്തെ ഫുഡൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. ഫുഡ് എന്ന് പറയാനൊന്നുമില്ല, പുട്ടും പഴവുമാണ്, പിന്നെ കട്ടൻ ചായയും. ഇക്ക ഇങ്ങനെ കീമോക്ക് പോകുന്ന ദിവസങ്ങളിൽ പാൽ ചായ കുടിക്കാറില്ല. പിന്നെ എനിക്കാണെങ്കിൽ തലേ ദിവസത്തെ മീൻ വറുത്തതുണ്ടായിരുന്നു. അപ്പോൾ ഞാനും റുക്കിയാമ്മും കൂടി മീൻ വറുത്തതും കഴിച്ചു. ഇക്ക പുട്ടും പഴം കൂടി. പിന്നെ ഉമ്മ മക്കൾ ആരും എണീറ്റിട്ട് കിടന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയമായിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് അവർ കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നുണ്ടല്ലോ, എനിക്കിങ്ങനെ ഈ പുട്ടിൻ്റെ കൂടെ മീൻ വറുത്തത്, കോഴി വറുത്തത്, ബീഫ് ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷേ രാവിലെ ഇവിടെ ഇതൊന്നും കഴിക്കാത്ത ഒരാളുണ്ട്, എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനായിട്ട് കുറച്ച് നൈറ്റീസ് പരിചയപ്പെടുത്തി തരാം കേട്ടോ. വെറും നൈറ്റീസ് അല്ല, നല്ല ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി നൈറ്റീസാണ്. അഫോർഡബിൾ പ്രൈസിലാണ് ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്.
നമ്മൾ സാധാ കാണുന്ന നൈറ്റീസ് ഒന്നുമല്ല കേട്ടത്. ഒരുപാട് വെറൈറ്റി ക്ലോത്ത്സിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നല്ല കഫ്താൻ ടൈപ്പ് നൈറ്റികൾ, ഫുൾ സ്ലീവ് ഉണ്ട്, മുക്കാൽ സ്ലീവ് ഉണ്ട്. അവരുടെ പേജ് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഞാനിവിടെ പേജിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിവിടെ പിൻ്റെ കമൻ്റായിട്ട് കൊടുക്കാം. എന്തായാലും കയറി ചെക്ക് ചെയ്ത് നോക്കിയിട്ട്. അതുപോലെ തന്നെ മോഡസ്റ്റ് വെയർസും അബായസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ എടുത്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഓരോ നൈറ്റീസും വെച്ചിട്ട്. അപ്പം എല്ലാം നല്ല അടിപൊളി വെറൈറ്റി നൈറ്റികളാട്ടോ. അപ്പം നമ്മൾ ലേഡീസ് എന്തായാലും വീട്ടമ്മമാർ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് കാണാത്തവരുണ്ടാവുമല്ലോ. അപ്പോൾ യൂട്യൂബിലുള്ള ഫാമിലിയിലുള്ള വീട്ടമ്മമാർക്കായിട്ടാണ് ഞാനിപ്പോൾ ഇത് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ നൈറ്റീസ് വേണമെന്നുള്ളവർ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നുണ്ട് സൈറ്റിൽ, അതിൽ നോക്കിക്കോളൂ. അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് ഞാൻ പിൻ്റെ കമൻ്റായിട്ട് കൊടുക്കാം, അതിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ്. പിന്നെ ഇവർക്ക് നൈറ്റീസ് മാത്രമല്ല മോഡസ്റ്റ് വെയർസും അതുപോലെ അബായാസും ഒക്കെ അവരുടെ പേജിലുണ്ട്. അപ്പം അത് വേറെ പേജാണ്, 2 പേജിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മോഡസ്റ്റ് വെയറിൽ വരുന്നൊരു കളക്ഷനാണ്. അതിന് പാൻസും ഉണ്ട്. ഇവിടെ നമ്പർ സ്ക്രീനിലുണ്ട്, അതിൽ നോക്കിയിട്ട് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ പിൻ്റെ കമൻ്റായിട്ട് കൊടുക്കാം. ട്രൈ ചെയ്യൂ കേട്ടോ. അങ്ങനെ ഇക്കതാ കീമോക്ക് പോകാൻ റെഡി ആയിട്ടുണ്ട്. 3 ആഴ്ച കൂടുമ്പോഴാണ് ഇക്കാൻ്റെ കീമോ വരുന്നത്. ചിലപ്പോൾ ഇക്കാൻ്റെ മടി കാരണം അല്ലെങ്കിൽ എൻ്റെ മടി കാരണം കുറച്ചൊന്നും കൂടെ അവിടെ നീട്ടും. പക്ഷെ പിന്നെ നമ്മളങ്ങനെ വല്ലാതെ റിസ്ക് എടുക്കില്ല. പിന്നെ ഇക്കാൻ്റെ ഒരു സ്കാനിങ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ, അത് കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടെ കീമോ ചെയ്തതിന് ശേഷം എടുക്കാം, പിന്നെ റിസ്ക് എടുക്കണ്ട അങ്ങനെയൊക്കെ. ഞാനിതിപ്പോൾ വണ്ടിയിൽ നിന്ന് കുറച്ച് ബോട്ടിൽസൊക്കെ എടുത്ത് ഒഴിവാക്കുകയാണ്. കുറച്ച് വേസ്റ്റുകളൊക്കെ ഉണ്ട്. അമ്മയുടെ മോൻ വന്നിട്ടുണ്ട്, ഇക്കാൻ്റെ ആളുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങളാണ്. ഇന്നിപ്പോൾ കീമോക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ അത് എടുത്തപ്പോൾ ഇതിൻ്റെ കൂടെ കൊടുത്തതാണ്. കാരണം നമ്മുടെ വ്യൂവേഴ്സ് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്താണെന്നറിയോ, കുറച്ച് ലെങ്തി വീഡിയോസ് ഇടിങ്ങൾ പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നുന്നുണ്ടെന്ന്. അപ്പോൾ ഇനിയിപ്പം 2 വീഡിയോസും കൂടി ഒരുമിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി ഇന്നലത്തെ വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ടാ. അപ്പോൾ ഇന്നലത്തെ വിശേഷങ്ങളാണ് ഇത്. അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ വല്ല വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊരു ഉച്ച സമയമൊക്കെ ആയപ്പോഴേക്കും ചോറ് അവിടെ റെഡിയാവുന്നുണ്ട്. ഇക്കാൻ്റെ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇക്കാൻ്റെ ഉമ്മാനെ പിക്ക് ചെയ്യാൻ പോകണം. അതായത് നമ്മളെ ക്ലീനിങ് ഉണ്ടായിരുന്നില്ലേ വീട്ടിൽ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമ്മ നാത്തൂൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഉമ്മാനെ പിക്ക് ചെയ്യാൻ പോകണം. അപ്പോൾ അതിന് റെഡിയാവുന്ന സമയം കൊണ്ടാണ് ഇവിടെ ഇപ്പം റോഹിമോളുടെ ഒരു സ്ലൈഡ് ഉണ്ട് യു എന്ന് കൊണ്ടുവന്ന്, ആ സ്ലൈഡ് ഫിക്സ് ചെയ്യാൻ കുറേ ദിവസമായി പറയണത്. അപ്പോൾ ഇന്ന് എന്നെ പിടുത്തം വിട്ടിട്ടില്ല, രാവിലെ തൊട്ടേ പറയുന്നുണ്ട്. അപ്പോൾ അവൾ മിററിൽ നോക്കിയിട്ട്, ഇത് ഇവളുടെ മിററാട്ടോ, അപ്പം ഏത് നേരത്തിൽ നോക്കിയിട്ട് പല്ല്, മൂക്ക്, കണ്ണ് ഇതൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കലാണ് അവളെ പണി. അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. അതും കുറേ വ്യൂവേഴ്സ് പറയാറുണ്ട് റൂമുകളിൽ സംസാരം കൊടുക്കണമെന്ന്, ഈ വീഡിയോയിൽ ലാസ്റ്റിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഇല്ല, ഉമ്മ നാത്തൂൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് ഏതുണ്ടാക്കണം ഉമ്മ ഉണ്ടാകുമ്പോൾ ഉമ്മ അങ്ങനെ പറയും അതുണ്ടാക്കാമെന്ന്. അപ്പം നമുക്കൊരു ഐഡിയ കിട്ടും. ഇതിപ്പോൾ ഞാൻ തന്നെ തീരുമാനിക്കണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ഒരു എന്താ പറയുക, ഒരു ഭയങ്കര സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ ചോറ് നേരത്തെ കാലത്ത് തന്നെ റെഡിയാവും, കറികൾക്കാണ് അവിടെ പ്രശ്നം. അപ്പോൾ ഇന്നാണെങ്കിൽ തലേദിവസത്തെ കറിയുണ്ട്, മീൻകറി. പിന്നെ ഞാൻ കുറച്ച് ചോറ് ബാക്കി ഉണ്ടായപ്പോഴേ ചട്ടിയിൽ ചോറിട്ടുണ്ടായിരുന്നു, അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട്, അതായത് നമ്മൾ ഈ പഴങ്കഞ്ഞി കുടിക്കുന്നത് ഇതുപോലെ മൺചട്ടിയിൽ തലേദിവസത്തെ ചോറ് ഇട്ടിട്ട് അതിലോട്ട് പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ, അല്ലാണ്ട് കഞ്ഞിവെള്ളമല്ല, അതുപോലെ തന്നെ ചൂടുവെള്ളമല്ല. അപ്പോൾ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടച്ച് വയ്ക്കുക തലേദിവസം. രാവിലെ ആകുമ്പോൾ പഴങ്കഞ്ഞിയാവും, അതാണ് കുടിക്കേണ്ടത്. അല്ല പലരും വിചാരിക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ ചോറിട്ടിട്ട് കുടിക്കുന്നതാണെന്ന്, അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് പഴങ്കഞ്ഞിയും തൈരും മീൻ കറിയും ഒക്കെ കൂട്ടിയിട്ട് അടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ നാടൻ സ്വഭാവം എടുക്കണമല്ലോ. എപ്പോഴും ഭയങ്കര സ്റ്റൈലിഷ് ഫുഡ് കഴിച്ചാൽ പോരല്ലോ, പഴങ്കഞ്ഞിയും കുടിക്കണം. പഴങ്കഞ്ഞി ശരീരത്തിന് നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന് ഗ്ലോ ആവാനൊക്കെ നല്ലതാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കത് കുടിക്കുമ്പോൾ ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യാറുണ്ട്, പ്രത്യേകിച്ച് ഈ ചൂട് സമയത്തേ പഴങ്കഞ്ഞി നല്ലതാണ്. പഴങ്കഞ്ഞിയുടെ പേര് പറഞ്ഞിട്ട് അതിനിടയ്ക്ക് നമ്മുടെ കോണ്ടൻറ്റ് വിട്ടുപോയി. അതായത് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു, ആ കൊറിയർ വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു ഡൗട്ട് നിങ്ങളോട് ചോദിക്കാനുണ്ട്, ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് തരണം. അതായത് എനിക്കിപ്പം ഒരുപാട് കൊറിയർ വരാറുണ്ട്. അപ്പോൾ വീട്ടിലോട്ടായതുകൊണ്ട് തന്നെ ഈ DTDC ആണ് നമുക്ക് അയച്ചു തരുന്നത് കേട്ടോ, അത് ത്രൂ ആണ് കൊറിയർ വരുന്നത്. അപ്പം DTDC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോർ ടു ഡോർ ഡെലിവറിയാണ്. പക്ഷേ ചില ടീമുകൾ വീട്ടിലോട്ട് കൊണ്ടുവന്ന് തരും, ചില ടീമുകൾ നമ്മൾ വിളിച്ചിട്ട് പറയും വീട്ടിലോട്ട് ഡെലിവറി ഇല്ല, അവിടെ വന്ന് പിക്ക് ചെയ്യണമെന്ന്.
ഈ വയലത്തൂർ ഭാഗത്തുള്ളതാണ് എന്നോട് അങ്ങനെ കൂടുതലും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. തിരൂരുള്ളതും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു കുട്ടൻസ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയൂ കേട്ടോ. ഇപ്പോഴും നമുക്ക് എപ്പോഴും അവിടെ പോയി എടുക്കണം പറ്റണം എന്നില്ല. പറ്റണ സമയത്ത് എടുക്കും, അല്ലാത്ത സമയത്ത് വിളിച്ച് പറയുമ്പോൾ അവർ പറയും വീട്ടിലോട്ട് ഡെലിവറി ചെയ്യൂല, അവിടെ വന്ന് പിക്ക് ചെയ്യണം. പിന്നെ ഈ ഡോർ ടു ഡോർ ഡെലിവറി സർവീസിൻ്റെ കാര്യം എന്താ, അങ്ങനെ അവിടെ വന്ന് പിക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയൂ കേട്ടോ. ഒന്ന് പറഞ്ഞു തരികയാണെങ്കിൽ നന്നായിരുന്നു. എനിക്ക് അവരോട് സംസാരിക്കണം അത് റിലേറ്റഡായിട്ട്. അങ്ങനെ ഞങ്ങൾ റൂഹിൻ്റെ സ്ലൈഡിൻ്റെ ഒരു സംഭവം കാണാണ്ടായിട്ടുണ്ടായിരുന്നു. അത് തപ്പിപ്പിടിച്ചെടുത്തു. യൂട്ടിലിറ്റിയിൽ കുറേ നേരം തപ്പിപ്പിടിച്ചിട്ടാണ് അത് കിട്ടിയത്. അതിനിടയ്ക്ക് ഇക്ക പുറത്തേക്ക് പോകുന്നുണ്ട്. പപ്പനെ പറഞ്ഞു വെച്ചിട്ട് റൂഹി സ്ലൈഡ് ആക്കാൻ പോവാ. വെയിലത്ത് കളിക്കോ റൂഹി? പിന്നെ ഇത് വെയിലാണല്ലോ, കുറച്ച് കഴിഞ്ഞ് ചെയ്താൽ പോരെ? പറ്റുള്ള വെയിലാണെന്ന് പറഞ്ഞിട്ട് റൂഹിനെ അങ്ങനെ പതുക്കെ ഒഴിവാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിലത്ത് നിന്നിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഞാനും ചില കാര്യങ്ങൾ വിട്ടുപോയി. അതായത് റൂഹിനെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് വെയിലാണ് അവിടെ നിൽക്ക് ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചത്, കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ വെയിലത്ത് കഷ്ടപ്പെട്ട് നിന്നിട്ടാണ് ആ ഫിക്സ് ചെയ്യുന്നത്. എനിക്ക് എന്തുകൊണ്ട് ആ കാർ പോസ്റ്റിലിരുന്നിട്ട് ഫിക്സ് ചെയ്ത് വിടാം? ഞാനിപ്പോഴാണ് അതല്ലേ ആലോചിക്കുന്നത്. റൂഹിനെ പറ്റിക്കാൻ വേണ്ടി ചെയ്തത് എനിക്ക് തന്നെ പണി കിട്ടിപ്പോയി. നന്നായിട്ട് വെയിൽ കൊണ്ടു ഞങ്ങൾ രണ്ടുപേരും. അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ് കുറച്ച് വേണ്ടി ചെയ്താൽ പോരേന്ന്. ഇപ്പോൾ അതാ ചെയ്യണോ? ഇങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വരും കേട്ടോ. ഓക്കെ ഓക്കെ, സമാധാനം ചെയ്തിട്ടില്ലേ? ഈ വെയിലത്ത് എങ്ങനെ ഇതിന്മേൽ ചാടി കളിക്കുക? പിടിച്ചിക്കോ? നിൽക്കും, എത്ര വേണമെങ്കിൽ നിൽക്കും. നല്ല കുട്ടി. റൂയി ഫിക്സ് ചെയ്യണ റൂയിൻ്റെ സാധനങ്ങൾ. വെരി ഗുഡ്. നല്ല കുട്ടിയാണ്. അല്ല, എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഇതിൽ. ഫിക്സ് ചെയ്തപ്പോൾ സ്ലൈഡ് ഇത് ഇങ്ങനെ ആയിപ്പോയി. ഇതൊന്നും കൂടി സ്ലോപ്പ് ഉണ്ടാവുമായിരുന്നു. അതെങ്ങനെയാവാ? ഇത് ഇങ്ങനെയാണോ റൂഹി? ഇങ്ങനെയാണോ? എങ്ങനെ പിന്നെ ഇതാക്കി നോക്ക്, ഇതാക്കി നോക്ക്. പറ്റുള്ള എന്താ നീ ചെയ്യാതൊരു ഇവിടുത്തെ എവിടോ ഒന്ന് പണി പാലിക്കണം. ഇങ്ങനത്തെ വേറെ എവിടെ ഇത് വെക്കാൻ സ്ഥലമില്ല. പപ്പ വരട്ടെ, നീ പപ്പയാണ് ഇതിൻ്റെ മെക്കാനിക്ക്. പപ്പ ചെയ്തുതരും. ചില സമയത്ത് നമ്മളെ ബുദ്ധി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു പറയില്ലേ. ബുദ്ധിയൊന്നുമല്ല, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റില്ല. അവിടെയാണ് റൂഹിയാണ് പറഞ്ഞത്. കണ്ട് പേടിച്ചു പോയാ? കണ്ട് പിടിച്ചു, അങ്ങനെയാണ്, പേടിച്ചതല്ല. കണ്ട് പേടിച്ചതല്ല, കണ്ട് പിടിച്ചു. കണ്ട് പേടിച്ചു പോയല്ല, കണ്ട് പിടിച്ചു എന്ന് പറഞ്ഞത്. കണ്ട് പേടിച്ചു. എനിക്കെന്നെ പറ്റില്ല. എപ്പോഴാണ് തുറക്കണം. വേണ്ട
വേണ്ടാത്ത പണിക്ക് നിന്നാ അപ്പം ഞാൻ റൂമിനേറ്റ് ഒരു പണിയുണ്ട് അവിടെ. ഓക്കെ ലോക്ക് ചെയ്തോ. ആ അപ്പം സെറ്റായി. വേണം പുറത്ത് പോയി വന്നിട്ട് മാക്കി തരാം. വേവാ 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 നല്ല കുട്ടിയാണ്. അങ്ങനെ ഇക്ക വിളിച്ച് പറഞ്ഞു ഉമ്മാനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ റെഡിയായി നിൽക്കാൻ. ഞാനും റൂഹി മാത്രമേ പോകുന്നുള്ളൂ, മക്കളിവിടെ ഉണ്ട്. വെയിൽ അത്യാവശ്യം കൊണ്ടുകൊണ്ട് നല്ല തലവേദന ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ സൺഗ്ലാസ് ഇട്ടുകൊണ്ട് എൻ്റെ ഇക്കാൻ്റെ എക്സ്പ്രഷൻ കണ്ടു. ഞാൻ എന്താ സൺഗ്ലാസ് ഇട്ട് നിങ്ങൾക്ക് പറ്റിയില്ലേ? ഒരു പുഞ്ഞ ഭാവം. റൂഹി ഹായ്. പോപ്കോൺ കിട്ടിയതും പോലെ ഇസക്കും ഒസുക്കും കാണിച്ചു കൊടുക്കും. പോപ്കോൺ റൂഹിക്ക് പോപ്കോൺ വേണ്ടേ? കാണിച്ചു കൊടുത്താൽ മതിയാ? ഒന്ന് കഴിച്ചോ. വീട്ടിൽ നിന്നെത്തിട്ട് കഴിക്കുള്ളൂന്ന്. ഭയങ്കര സംഭവമായിട്ടുണ്ട് റൂഹിനി. വെള്ളങ്ങൾക്ക് കാമ്പ് ഞങ്ങൾക്കാട്ടാ. കോക്കനട്ട് ട്രീ. ഇതെന്താണ്? ടെൻഡർ കോക്കനട്ട്. ഞാൻ തന്നിട്ടോ എന്തത്? കഷ്ടത്തൊന്നുമില്ല എന്നാ ഞാൻ ചോദിക്കും വേണോ അപ്പൊ വേണ്ടെന്നറിയും. എനിക്ക് വേണ്ട, എനിക്ക് ഇങ്ങനെ തിന്നാൻ ഇഷ്ടം. കുറെ ടേസ്റ്റ് ഉണ്ടാവില്ല. കണ്ടാ തന്നിക്കണം. അല്ല അതിന് ആദ്യത്തെ വലിയ കഷ്ടം നീ വായിക്കട്ടെ. ചീത്ത പറയില്ലേ? നമ്മ ചീത്ത പറയാൻ പാടില്ലല്ലേ റൂഹി? നമ്മക്ക് ഒരു കഷ്ണം, നമുക്കൊരു കഷ്ണം, നമുക്കൊരു കഷ്ണം. അത് കിട്ടിയിട്ടുള്ള കാര്യമൊന്നുമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് ഇളനീരൊക്കെ കുടിച്ച് പിന്നെ എനിക്ക് 1-2 സാധനങ്ങൾ വീട്ടിലോട്ട് കുറച്ച് ഡെക്കോർ ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്, കുറച്ച് ഫ്ലവേഴ്സ്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പം ഫ്ലവേഴ്സ് മാത്രം മതി, സ്റ്റാൻഡ് വേണ്ട. അപ്പം അവിടുന്ന് നല്ല കളക്ഷൻസ് കിട്ടി. അവിടുന്ന് പോന്നു. നേരെ നാത്തൂൻ്റെ വീട്ടിലെത്തി. ചോറ് നമ്മൾ വീട്ടിൽ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇലട ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫേവറേറ്റാണ്. ഇവിടെ വേറെ ആർക്കും ഇഷ്ടമല്ല, അതായത് ഇക്കാക്കും മക്കൾക്കൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാനത് നന്നായിട്ടിരുന്ന് കഴിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് കേട്ടോ. അതിന് പിന്നെ കുറച്ച് മണി പ്ലാന്റ് എടുക്കാനുണ്ടായിരുന്നു. നമ്മുടെ കിച്ചണിലോട്ടും എല്ലായിടത്തോട്ടും സെറ്റ് ചെയ്യാൻ കുറച്ച് പച്ചപ്പ് നിറയ്ക്കട്ടെ എന്ന് വിചാരിച്ച് കുറച്ച് മണി പ്ലാന്റ് സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ. ഓരോ ഭാഗത്തും വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹാങ്ങിങ് പ്ലാന്റ് പോലെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ കാട് പിടിച്ച് കിടക്കുകയാണ് നാത്തൂൻ്റെ വീട്ടിൽ. അപ്പോൾ അവിടുന്ന് കുറച്ച് മണി പ്ലാന്റ് എടുത്തു. ഇനിയിപ്പോൾ ഒക്കെ ചട്ടിയിലാക്കണം. ആദ്യം വെള്ളത്തിൽ വളർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത്. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ പോവാണ്. പിന്നെ ഇന്ന് കുറേ വിശേഷങ്ങൾ വേറെ ഉണ്ടായിരുന്നു. അതായത് പോകുന്ന വഴി നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു മക്കളെ കൂട്ടിയിട്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ചില സമയത്ത് നമുക്കൊരു മടിയാണ് വരും. അപ്പോൾ വിചാരിക്കും വേണ്ട മതി, ഇന്ന് ഇങ്ങനത്തൊക്കെ മതി. പിന്നെ നമ്മുടെ വ്യൂവേഴ്സിന് കൂടുതൽ ഇഷ്ടം പുറത്ത് ഉള്ള കാഴ്ചകളെക്കാളും വീട്ടിലെ കാഴ്ചകളല്ലേ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വീട്ടിലെ കാഴ്ചകൾ കൂടുതൽ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങളിത് വന്ന ശേഷം വീട്ടിലെത്തിയ ശേഷം മക്കളെ കൂട്ടിയിട്ടാണ് പോയത്. അപ്പം ഇവിടെ നമ്മൾ വീട്ടിൽ വന്ന് സാധനങ്ങളൊക്കെ ഇറക്കി പിന്നെയാണ് ഞങ്ങൾ പുറത്ത് പോകുന്നത്. അതിന് ശേഷം ഉള്ളതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ പുല്ല് ഉണ്ടല്ലോ, അതായത് ലോണ് പിടിപ്പിച്ചിട്ടുണ്ട്. അതായത് പേൾ ഗ്രാസ് ആണ് വെച്ചിട്ടുള്ളത്. പക്ഷെ അതിനെക്കാട്ടും കൂടുതലായിട്ട് കുറച്ച് കളകൾ വന്നിട്ടുണ്ട്, അതായത് വലിയ ഗ്രാസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇപ്പം തന്നെ പറിച്ചിട്ടില്ല എന്നാണെങ്കിൽ മൊത്തത്തിൽ നിറയും.
അപ്പോൾ അത് ഞാനും ഇക്കും ഓരോ ദിവസം കുറേശ്ശെ എടുത്തിട്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇതൊന്നും വേറെ ആരും വന്ന് ചെയ്യൂല, ആരെക്കൊണ്ടും പറ്റില്ല. പിന്നെ മക്കളോട് ഞാനിങ്ങനെ പറയുമ്പോഴേ അവർക്ക് ഭയങ്കര ഡിമാൻഡ്, ഇങ്ങനത്തെ പണികളൊന്നും അവർ ചെയ്യൂലെന്ന്. അങ്ങനെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഞാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്താ പറയുക, നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുന്നുണ്ട്. ചെയ്യണമല്ലോ, കാരണം അവരും അറിയണമല്ലോ ഇത് എന്തൊക്കെയാണ് പണി എന്നുള്ളതല്ലേ. അപ്പോൾ കുറച്ച് നേരം ഒരു സൈഡ് മാത്രമേ ചെയ്തുള്ളൂ, എന്നിട്ടും പോയിട്ടില്ല. അത്യാവശ്യം പണിയാണ്. ഇതിന് വേറെ എന്തെങ്കിലും മാർഗ്ഗങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾ എനിക്കൊന്ന് അറിയിക്കണേ. ഇത് പറിക്കാനുള്ള മാർഗ്ഗങ്ങൾ. ഈ മുറ്റത്ത് ഗാർഡൻ സെറ്റപ്പിന് ഉള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ തിരൂർ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും അറിയിക്കൂ കേട്ടോ. അതായത് ഇതിൻ്റെ കത്രിക അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ലേ, ക്ലീനിങ് സാധനങ്ങളൊക്കെ അല്ലേ, എല്ലാം കൂടി ഗാർഡൻ ക്ലീനിങ്ങിനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കൂ കേട്ടോ. പുല്ല് പറിക്ക്. പപ്പ പറിക്കണ്, കുട്ടി അവിടെ ഇരിക്കണ്. എന്താ ഇരുത്തോ? ഇരിക്കൂട്ടാ. അല്ല ഇരിക്കുന്നു. പറിക്കേ. ഇങ്ങനെ തന്നെ പറിക്കല്ലേ. അതൊക്കെ വേസ്റ്റാണ്, വേസ്റ്റ് പുല്ലുകളാണ്. പറിക്ക്. എന്താണ് വീഡ്സ്? വീറ്റല്ല, വീട്. കള. അപ്പോൾ വീഡിയോ വേഗം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ട് വരുന്നവരേക്കും ബൈ. താങ്ക് യു.